എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. ട്രാവലേഴ്സ് ബിസിനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മധുരയിലാണ്. മധുരയിൽ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് പുറകിൽ കാണുന്നത്, അമിക ഹോട്ടൽ. മധുര എയർപോർട്ടിന് സമീപത്തായിട്ട് വരുന്ന സ്റ്റാർ കാറ്റഗറിയിലുള്ള ഒരു ഹോട്ടലാണത്. അത്യാവശ്യം നല്ല സ്റ്റേ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നിരിക്കുന്നത് തിരുമല നായ്ക്കർ പാലസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ശ്രദ്ധിച്ചോണം. കാരണം മധുരയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജിഗർതണ്ട എന്ന് പറയുന്ന ഡ്രിങ്ക്സ് കിട്ടുന്നത് ഈ സ്ട്രീറ്റിൻ്റെ അങ്ങേയറ്റത്താണ്. അപ്പം തിരുമല നായ്ക്കർ പാലസും ഒക്കെ കണ്ടതിന് ശേഷം നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു 100 മീറ്റർ നടന്ന് മുമ്പോട്ട് ചെല്ലുമ്പം അവിടെയായിട്ട് നമുക്ക് ഫേവറിറ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നമുക്ക് കാണാം. അവിടെയാണ് ഏറ്റവും ബെസ്റ്റ് ജിഗർതണ്ട കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും പാലസിനുള്ളിലേക്ക് കയറി ഇവിടെയായിട്ട് തിരുമല നായ്ക്കറുടെ ഒരു സ്റ്റാച്ചു ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നിന്നും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള പല ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. തിരുമല നായ്ക്കർ പാലസിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ് എൻട്രൻസ് ഫീ വരുന്നത്. അതുപോലെ മൊബൈൽ ക്യാമറയ്ക്ക് 30 രൂപയും വീഡിയോ ക്യാമറകൾക്ക് 100 രൂപയും എക്സ്ട്രാ ചാർജുമുണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് കടക്കുകയാണ്. ഉള്ളിലേക്ക് കടന്ന് വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഈ കാണുന്ന വലിയ പില്ലേഴ്സാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതിൻ്റെ 4-5 ഇരട്ടി ഉണ്ടായിരുന്ന ഒരു പാലസാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ഡാൻസ് ഹാളും അതുപോലെ തന്നെ ഈ നേരെ കാണുന്ന മെയിൻ ഹാളും മാത്രമേ ഉള്ളൂ. വലിയ പില്ലേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന സീലിംഗ് ഒക്കെ വളരെ മികച്ച രീതിയിലുള്ള ഡിസൈനുകളാൽ സമ്പന്നമാണ്. ഒരുപാട് ചിത്രപ്പണികളും കൊത്തുപണികളും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സീലിംഗ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ്. അപ്പം നമ്മൾ പാലസിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ആരാണ് പാലസ് പണിതത് എന്നുകൂടി പറയേണ്ടത് അത്യാവശ്യമാണ്. തിരുമല നായ്ക്കർ എന്ന് പറയുന്ന നായക ഡൈനാസ്റ്റിയിലുള്ള ഒരു രാജാവാണ് ഈ ഒരു പാലസ് പണിതിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ളതും ഏറ്റവും ആഢ്യത്വം നിറഞ്ഞതുമായിട്ടുള്ള ഒരു പാലസ് തന്നെയായിരുന്നു തിരുമല നായ്ക്കർ പാലസ്. കാകതീയ ഡൈനാസ്റ്റിയുടെയും അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ സേനയിലെ മുതിർന്ന സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നത് നായ്ക്കർമാരായിരുന്നു. പക്ഷെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ കാകതീയ സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ തകർച്ചയോടെ ഇവർ ചെറിയ റൂളേഴ്സായി മാറുകയായിരുന്നു. അതായത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏതാണ്ട് 10-20ഓളം നാട്ടുരാജ്യങ്ങളുടെ ഭരണാധിപന്മാരായിട്ട് നായ്ക്കർമാർ മാറി. അതിൽ ഏറ്റവും പ്രബലമായ ഒന്നായിരുന്നു മധുരയിലേത്. മധുര ഭരിച്ചിരുന്നത് അക്കാലത്ത് തിരുമല നായ്ക്കർ എന്ന് പറയുന്ന രാജാവായിരുന്നു. നായ്ക്കർ ഡൈനാസ്റ്റിയിലെ ഏറ്റവും മികച്ച രാജാവായിട്ട് തന്നെയാണ് തിരുമല നായ്ക്കർ അറിയപ്പെടുന്നത്. നായ്ക്കർമാരുടെ ഒരു ഗോൾഡൻ എറ എന്ന് പറഞ്ഞാൽ 1540-കൾ തൊട്ട് 1740-കൾ വരെയുള്ള സമയമായിരുന്നു. ആ ഒരു സമയത്താണ് ഈ കാണുന്ന തിരുമല നായ്ക്കർ പാലസുമൊക്കെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് പഴയ കുതിരയുടെയൊക്കെ ഒരു രൂപങ്ങളൊക്കെ കാണാം. ഒരുപാട് യുദ്ധങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പാലസ് കൂടിയാണിത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ഒരു പാലസിൻ്റെ 4-ൽ 1 ഭാഗം മാത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും പല കാലങ്ങളിലായിട്ട് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ബാക്കി നിൽക്കുന്ന സിംഹാസനവും അതുപോലെ കുറച്ച് സാധനങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പം നായ്ക്കറുടെ കാര്യം പറയുമ്പം തിരുമല നായ്ക്കറുടെ ഒരു ഭരണ സമയം എന്ന് പറയുന്നത് 1623 തൊട്ട് 1659 വരെയുള്ള സമയമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പാലസ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു കൊട്ടാരമാണെങ്കിൽ പോലും ചെറിയ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവിടെ നമ്മൾ കാഴ്ചയിൽ, അതായത് കൊട്ടാരത്തിൻ്റേതല്ലാത്ത സാധനങ്ങൾ നമ്മൾ കാഴ്ചയിൽ വരുന്നുള്ളൂ. ഇതിലൊന്നാണ് ഈ കാണുന്ന സിംഹാസനം. അതുപോലെ തന്നെ ഈവനിങ് ടൈമിൽ നമ്മൾ മുമ്പേ കണ്ട ആ ഒരു മെയിൻ ഹാളുണ്ടല്ലോ, മെയിൻ ഹാളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടൈമൊക്കെ കൂട്ടി വരുവാണെങ്കിൽ ആ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയൊക്കെ നിങ്ങൾക്കും കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് മെയിനായിട്ട് 2 ഹാളുകൾ മാത്രമാണ് ഉള്ളത്. പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു ഒറിജിനൽ ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത് ഇതായിരുന്നു.
അപ്പോൾ അതിനകത്ത് നമ്മുടെ മെയിൻ ഹാള് കാണുന്നുണ്ട്, അതുപോലെ തന്നെ നാടകശാല കാണുന്നുണ്ട്, കൂടാതെ മറ്റനേകം ബിൽഡിങ്ങുകളും കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം നിലവിലില്ല. മെയിൻ ഹാളും നാടകശാലയും മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നാടകശാല ഇപ്പോൾ ഒരു മ്യൂസിയമായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. മറ്റുള്ള മ്യൂസിയം പോലെയൊന്നുമല്ല, അത്രയും ഒരു ആഷ്പോസ് സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിയം ഒന്നുമല്ല. അത്യാവശ്യം ഇതിന് അടുത്ത് വരുന്ന പാലസിൻ്റെയും ഒക്കെ ഫോട്ടോസൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള മ്യൂസിയം വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റുകയില്ല. ഇത് അത്ര അട്രാക്റ്റീവായിട്ടൊന്നുമല്ല ഈ കാണുന്ന പിക്ചേഴ്സും അതുപോലെ തന്നെ പഴയ ആൻറ്റിക്സും ഒന്നും സംരക്ഷിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ മധുരയ്ക്കൊക്കെ വരുമ്പം നമുക്ക് ചില കുട്ടികളായാലും വലിയവരായാലും പലപ്പോഴും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളൊക്കെ ഇവിടെ നമുക്ക് ഉണ്ട്. പഴയ നന്നങ്ങാടിയും ഒക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങളും അതുപോലുള്ള വെസൽസും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോ കാലഘട്ടങ്ങളിൽ, അതായത് കാകതീയരുടെ കാലത്തും അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്തും നായകരുടെ കാലത്തും ഒക്കെ പണി കഴിപ്പിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾക്കും ഓരോ രൂപമാറ്റങ്ങളുണ്ട്. ഇപ്പം വിഷ്ണുവിൻ്റെ രൂപമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഈ ഓരോ രാജാക്കന്മാരുടെ കാലത്തും അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ആ പണിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഇത് ഏത് കാലഘട്ടത്തിലാണ് പണിതിരിക്കുന്നത് എന്ന് ഫൈനലൈസ് ചെയ്യുന്നതും. എന്തായാലും നമ്മൾ മ്യൂസിയം മൊത്തം കണ്ടു. ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തിരുമല നായ്ക്കർ പാലസും അതുപോലെ തന്നെ മ്യൂസിയവും ഒക്കെ കാണാം എന്നുള്ളതാണ്. വളരെ വലിപ്പമേറിയ ഒരു ബിൽഡിംഗ് തന്നെയാണ്. ഇതിൻ്റെ ഒരു ആക്ച്വൽ സൈസ് നമുക്ക് അകത്ത് നിൽക്കുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെങ്കിൽ ടൗണിൻ്റെ ഒത്ത നടുക്കായതുകൊണ്ട് പുറത്തു നിന്നും നമുക്കിതിനെ വിലയിരുത്താൻ സാധിക്കില്ല. എന്നാലും ഈ കാണുന്നതൊക്കെ വെച്ച് നോക്കിയാൽ അക്കാലത്തെ മികച്ച ഒരു ബിൽഡിംഗ് തന്നെയായിരുന്നു തിരുമല നായ്ക്കർ പാലസ് എന്ന് നമുക്ക് സംശയമില്ലാതെ പറയേണ്ടി വരും. അങ്ങനെ എന്തായാലും തിരുമല നായ്ക്കർ പാലസിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുവാണ്. മധുരയിലെ മറ്റ് വിശേഷങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. അതുവരെ ബൈ.